ചെറുപ്പത്തിൽ സ്കൂളിൽ പോകാൻ നല്ല മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു സ്കൂളിൽ പോകാൻ. എന്നെ പോലെ ഒരുപാട് പേരുണ്ടാവും, ഒബ്വിയസ് ആണ്. അത് മാത്രമല്ല, ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ സമയത്താണെങ്കിലും പഠിച്ച പല കാര്യങ്ങളും ഉപയോഗപ്പെട്ടിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, എന്തിനാ വെറുതെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കാണ്, നമ്മൾ സ്കൂളിലും കോളേജിലും ഒന്ന് പോവാണ്ട് ജോലി കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? സ്കൂളിലും പോകേണ്ട ആവശ്യമില്ല, കോളേജിലും പോകേണ്ട ആവശ്യമില്ല, ജോലി കിട്ടാൻ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ്. ഹോം സ്കൂളിങ്ങിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും. ഹോം സ്കൂളിംഗ് ഇപ്പോ നമ്മളുടെ നാട്ടിലിപ്പോ നമ്മുടെ വളരെ റെയർ ആയിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷെ എല്ലാവർക്കും ഇതിനെ കുറിച്ചിട്ട് ഫെമിലിയർ ആണ്. പക്ഷേ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ റെയർ ആണ്. സോ ഹോം സ്കൂളിംഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്നില്ല, കുട്ടിയെ വീട്ടിൽ വെച്ചിട്ട് ആ പാരന്റ്സ് തന്നെ അല്ലെങ്കിൽ ഒരു ട്രെയിൻ ചെയ്യാണ്, ഒരു തേർഡ് പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടി ട്രെയിൻ ചെയ്യാണ്. തേർഡ് പാർട്ടിയുടെ സപ്പോർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെർച്വൽ സ്കൂൾസ് അവരുടെ സപ്പോർട്ടോട് കൂടി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അക്കാഡമിക്കലി എന്തൊക്കെയാണോ അറിഞ്ഞിരിക്കേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സജന ഇപ്പൊ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും, ജോഗ്രഫി പഠിച്ചിട്ടുണ്ടാവും, സൈനിക് കോഴ്സ് പഠിച്ചിട്ടുണ്ടാവും, ഉപയോഗമില്ല. സോ ആ ഒരു രീതിയിൽ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? ഇപ്പൊ ചെറിയ മക്കള് എന്താ പറയുക, വലിയൊരു ബാഗും തൂക്കിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു സിസ്റ്റം ആയിട്ട് ഇപ്പം ചേഞ്ച് ആയിട്ടില്ല. സോ ഈ ഒരു ഹോം സ്കൂളിംഗ് വരുന്നതോടുകൂടി ഇപ്പൊ പല ആൾക്കാരും ഞാൻ ടെക്സ്റ്റ് ടോക്കിലാണ് കേട്ടിട്ടുണ്ട്, അവരെ മക്കളെ സ്കൂളിൽ വിടുന്നില്ല, അവർക്ക് എന്താണോ താല്പര്യമുള്ളത് അതിലേക്ക് എൻഗേജ് ചെയ്യും. അതും പറഞ്ഞ് വെറുതെ വീട്ടിലിരിപ്പിക്കുന്നതല്ല, അവരെ എൻഗേജ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡ്രോയിങ്സിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഡ്രോയിങ്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അപ്പൊ അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. സോ ഈ ഒരു ഹോം സ്കൂളിംഗ് നല്ലൊരു കാര്യമാണ്. ബട്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്റെ മകനോ മകൾക്കോ ഒരു ഹോം സ്കൂളിംഗ് കൊടുക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഗൈഡൻസ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും എന്റെ വൈഫിന് കൊടുക്കാൻ പറ്റുന്നുണ്ടാകത്തില്ല. ആ ഒരു റീസൺ ആയിരിക്കും. സോ ഹോം സ്കൂളിംഗ് നല്ലതുപോലെ യൂസ്ഫുൾ ചെയ്യുന്ന പല പാരന്റ്സ് ഉണ്ട്. ഇപ്പം അബ്രോഡിലുള്ള IB ലീഗിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ഹോം സ്കൂളിൽ പഠിച്ച സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഹോം സ്കൂളിംഗ് ത്രൂ പഠിച്ച സ്റ്റുഡൻസിന് അവർ നോക്കുന്നുണ്ട്. നമ്മളൊക്കെ എക്സാംസ് ഓറിയന്റഡ്, സർട്ടിഫിക്കറ്റ് ഓറിയന്റഡ്, ഡിഗ്രി ഓറിയന്റഡ് ആയിരുന്നു നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കുട്ടികളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് അല്ലേ? കുട്ടികളുടെ ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, റാദർ ദാൻ സ്റ്റഡി ഹിസ്റ്ററി അല്ലെങ്കിൽ ജിയോഗ്രഫി എല്ലാം കൂടി പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കുട്ടിയുടെ അവരെ സ്കില്ല് കണ്ടെത്തി അതിലേക്ക് കുറച്ചും കൂടി നല്ലതുപോലെ ട്രെയിനിങ് കൊടുക്കാൻ, അതും ചെറിയ ഏജിൽ തന്നെ നമുക്ക് കുട്ടീനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാനും മേ ബി ഹെൽപ്പ് ചെയ്യും. 5th 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ കോഡിംഗ്, കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിച്ച് അവർ വെബ്സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അവരെന്ന് പറഞ്ഞ ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള കോഡിംഗ് ആണ് കൊടുക്കുന്നത്. സോ നമ്മളുടെ നാട്ടില് ഡിഗ്രിക്ക് കമ്പ്യൂട്ടർ സയൻസ് 4 ഇയർ പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയർ പഠിക്കുന്ന കോഡിംഗ് ആണ് ഒരു 5th or 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് വൈറ്റ് ഹാറ്റ് ജൂനിയറിന്റെ ആപ്ലിക്കേഷൻസ് അവരുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് പഠിക്കുന്നത്. സോ ഒരു കുട്ടി ഏതാണോ അവരുടെ കരിയറിൽ പോകേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊടുത്ത് പഠിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമുള്ളൂ. ഈ സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പം സ്കൂളിൽ പോയ പണി കിട്ടുമെന്നാണ് സജനോട് ചോദിച്ചത്. സ്കൂളിൽ പോവാതെ തന്നെ ഇങ്ങനെ പണി കിട്ടുന്നത് ഉണ്ട്. സോ അതല്ലാതെ തന്നെ പല ഓപ്പർച്യൂണിറ്റീസും ഹോം സ്കൂളിൽ വരുന്നുണ്ട്. ഹോം സ്കൂളിൽ സ്കില്ലല്ലാതെ ഡിമെറിറ്റ്സും ഞാനത് ചോദിക്കാൻ വരികയാണ്. ആക്ച്വലി എന്തൊരു കാര്യമായാലും മെറിറ്റ് ഉണ്ടാവും, അതേപോലെ ഡെഫിനറ്റ്ലി ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ടാവല്ലോ. സോ വാട്ട് ഡു യു തിങ്ക്? സോഷ്യലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം. ഞാനൊന്ന് സ്കൂളിൽ പോയത് എന്താ പറയുക, അവിടെ ഇരുന്ന് പഠിക്കാനായിട്ടില്ല, അവിടെ ഇരുന്ന് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എല്ലാ രീതിയിലാണ് നമ്മൾ പോകുന്നത്. മെയിൻ ഉദ്ദേശം എങ്ങനെയെങ്കിലും അവിടെ ഹോംവർക്കെല്ലാം ചെയ്യുന്ന പറയുന്നത് നമ്മളെപ്പോഴും ബാക്ക് ബെഞ്ച് എന്നുള്ള രീതിയിലാണ്. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല സ്കൂളിൽ കോളേജിൽ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട്. പക്ഷെ എന്റെ ഒരു കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു കാര്യമാണ്. ഇപ്പോ സച്ചിനൊക്കെ വേറൊരു കാര്യം ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഓൺലൈനിൽ നമ്മളുടെ കോവിഡിന്റെ സമയത്ത് ക്ലാസ്സസ് എടുത്തത്. സോ ഓൺലൈനിന്റെ സമയത്ത് കോവിഡിന്റെ സമയത്ത് പല സ്റ്റുഡൻസും അവര് അറ്റൻഡ് ചെയ്തിട്ടില്ല, അവരുടെ അക്കാഡമിക്കലി സ്കോർ കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ നമ്മൾ അനാലിറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് കിട്ടിയ നോളജ് വളരെ കുറവാണ്. ഈവൻ ഞാനാണെങ്കിൽ തന്നെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല.
പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു വെബിനാർ ഒരു ട്രെയിനിങ് വരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് ആവശ്യമുള്ളതാണ്. ഒരു കരിയർ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ്ങോ വെബിനാർ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഓൺലൈനിൽ ഇരുന്ന് ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ച് ഞാനത് അറ്റൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ആ ഒരു ആവശ്യമുണ്ട് എനിക്ക്. പക്ഷെ എന്നാൽ കോളേജിൽ പഠിക്കുന്ന സമയത്തിന് അവർക്കൊരു ആവശ്യം ഇല്ലാതെയാണ് അല്ലെങ്കിൽ സ്കൂളിൽ മടി പിടിച്ചിരുന്നിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും എന്താ പറയുക കോളേജിൽ പോകാനും സ്കൂളിൽ പോകാനും താല്പര്യം ഇല്ലാത്തത്. ഓക്കെ. അപ്പൊ നമ്മള് പല ആളുകളെയും നോക്കിയാൽ നമുക്ക് കാണാം, പലരും അവരുടെ സിറ്റുവേഷൻ മേ ബി ഫിനാൻഷ്യൽ ആവും, ഫാമിലി ഇഷ്യൂസ്, ചിലപ്പോൾ വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പല റീസൺ കൊണ്ട് അവരുടെ സ്റ്റഡീസ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് എന്താണ് ലൈക്ക് ഇനി ഫോർവേഡ് ആയിട്ടൊരു ഓപ്ഷൻ എന്ന് പറയാൻ? നമ്മളിപ്പോ സൗത്ത് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. ജെയിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓൺലൈൻ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് എന്റെ ത്രൂവിൽ പല സ്റ്റുഡൻസിനും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെന്ന് പറയുന്നത് ഹൗസ് വൈഫ് ആയിരിക്കും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരു ജെയിൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ SRM യൂണിവേഴ്സിറ്റി ഇതേപോലുള്ള യൂണിവേഴ്സിറ്റി വലിയൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി അവരുടെ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ അഫിലിയേഷൻസ് അതിന്റെ പ്ലേസ്മെന്റ്സ് അവർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ നിയർലി 5,000 സ്റ്റുഡൻസ് ഇൻ എ ഇയർ ജെയിൻ യൂണിവേഴ്സിറ്റിന്ന് പാസ് ഔട്ട് ആവുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള അവർ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്, കോളേജ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോർപ്പറേറ്റ് പ്ലേസ്മെന്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് എന്തായാലും ഇതുപോലുള്ള ഒരു യൂണിവേഴ്സിറ്റിന്റെ അടുത്താണ് അപ്രോച്ച് ചെയ്യാം. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ MBA പ്രോഗ്രാം അതിപ്പോ ക്ലാസ്സിൽ പോയിട്ട് ഇരുന്ന് പഠിക്കണം എനിക്ക് തോന്നിയിട്ടില്ല. ചില MBA സ്കിൽ ഓറിയന്റഡ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സോ അതേപോലുള്ള കോഴ്സസ് നമ്മുടെ സ്റ്റുഡൻസിന് ഓൺലൈനിൽ പഠിച്ച് ഓൺലൈനിൽ തന്നെ അവർ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഓൺലൈനിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കിപ്പോ MBBS ഓർ BDS എന്ന് പറയുന്നെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് സയൻസ് പ്രാക്ടിക്കൽ സെഷൻസ് സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? സൈക്കോളജി പഠിക്കാൻ പറ്റും, MSc സൈക്കോളജി പഠിക്കാൻ പറ്റും. പലർക്കും ഇങ്ങനെ ഒരു പേടിയായിരിക്കും ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് എടുക്കാൻ, ഇതിന്റെ വാല്യൂ സർട്ടിഫിക്കേഷൻ ഒക്കെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും മെയിൻലി പേടി ഉണ്ടാവും. UGC അൺടൈറ്റിൽ ചെയ്തിട്ടുള്ള കോഴ്സസ് തന്നെയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് ഇതുപോലുള്ള ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലുള്ള ഫേക്ക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ അതിന്റെ റെക്കഗ്നൈസേഷൻസ് അഫിലിയേഷൻസ് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഇങ്ങനെ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ.